ഇന്നത്തെ ലോക സമ്പദ് വ്യവസ്ഥയെ രൂപപ്പെടുത്തുന്നതിൽ ഇന്ത്യയും അമേരിക്കയും നിർണായക പങ്കുവഹിക്കുന്ന രണ്ട് പ്രധാന രാജ്യങ്ങളാണ്. ചരിത്രപരമായ പശ്ചാത്തലവും വികസന മാതൃകകളും വ്യത്യസ്തമായിരുന്നാലും സാമ്പത്തിക ശക്തി എന്ന നിലയിൽ ഇരു രാജ്യങ്ങളും ലോകത്തിന്റെ ശ്രദ്ധാകേന്ദ്രങ്ങളായി മാറിയിട്ടുണ്ട്. ഒരു വശത്ത് ലോകത്തിലെ ഏറ്റവും വലിയ വികസിത സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയും മറുവശത്ത് അതിവേഗം വളരുന്ന വികസനാത്മക സമ്പദ് വ്യവസ്ഥയായ ഇന്ത്യയും ആഗോള സാമ്പത്തിക ഭൂപടത്തിൽ ഒരു പുതിയ സമവാക്യങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാമ്പത്തിക രംഗത്ത് അമേരിക്ക അനിഷേധ്യമായ ഒരു സാമ്പത്തിക ശക്തിയായി നിലകൊള്ളുന്നു. വ്യവസായവൽക്കരണം, സാങ്കേതിക നവീകരണം, ശക്തമായ ധനകാര്യ സംവിധാനം, ആഗോള വ്യാപാര ബന്ധങ്ങൾ എന്നിവയിലൂടെ അമേരിക്ക ഈ സ്ഥാനം നിലനിർത്തുന്നു. ലോക സമ്പദ് വ്യവസ്ഥയുടെ ഗതി നിശ്ചയിക്കുന്നതിൽ പോലും അമേരിക്ക നിർണായക സ്വാധീനം ചെലുത്തുന്നുണ്ട്. 19ാം നൂറ്റാണ്ടിൽ തന്നെ അമേരിക്ക വ്യവസായവൽക്കരണത്തിലൂടെ ശക്തമായ സാമ്പത്തിക അടിത്തറ രൂപപ്പെടുത്തി. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകത്തിന്റെ സാമ്പത്തിക നേതൃസ്ഥാനത്ത് അമേരിക്ക എത്തി. ശക്തമായ വ്യവസായ മേഖല, ധനകാര്യ സംവിധാനങ്ങൾ, സാങ്കേതിക മുന്നേറ്റങ്ങൾ എന്നിവയാണ് ഈ വളർച്ചയ്ക്ക് പിന്നിൽ. ഇന്ത്യയുടെ സാമ്പത്തിക യാത്ര വ്യത്യസ്തമായിരുന്നു. സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ആസൂത്രിത സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യ പിന്തുടർന്നത്. 1991 സാമ്പത്തിക പരിഷ്കരണങ്ങൾക്ക് ശേഷം വിപണി സൗഹൃദ നയങ്ങൾ സ്വീകരിച്ചതോടെ ഇന്ത്യയുടെ വളർച്ച വേഗത്തിലായി. സേവന മേഖലയും IT രംഗവും ഇന്ത്യയെ ആഗോള സാമ്പത്തിക വേദിയിൽ ശ്രദ്ധേയമാക്കി. അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. ധനകാര്യ സേവനങ്ങൾ, സാങ്കേതിക വിദ്യ, പ്രതിരോധ വ്യവസായം, നിർമ്മാണ മേഖല എന്നിവ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയുടെ ശക്തി കേന്ദ്രങ്ങളാണ്. ഉയർന്ന പ്രതിവ്യക്തി വരുമാനവും ഉപഭോഗശേഷിയും അമേരിക്കയുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ ലോകത്തിലെ വേഗത്തിൽ വളർന്ന വലിയ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ്. കൃഷി, വ്യവസായം, സേവന മേഖലകൾ എന്നിവ ചേർന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക ഘടന. IT, ഫാർമസ്യൂട്ടിക്കൽസ്, സ്റ്റാർട്ടപ്പ് മേഖലകൾ എന്നിവ ഇന്ത്യയെ പുതിയ ഉയരങ്ങളിലേക്ക് നയിക്കുന്നു. ജനസംഖ്യ ആനുകൂല്യവും ആഭ്യന്തര വിപണിയുടെ വലിപ്പവും ഇന്ത്യയുടെ വലിയ ശക്തികളാണ്. സാങ്കേതിക രംഗത്ത് അമേരിക്ക ആഗോള നേതാവാണ്. സിലിക്കൺ വാലി പോലുള്ള കേന്ദ്രങ്ങൾ ലോകത്തെ സാങ്കേതിക നവീകരണങ്ങളുടെ ഹൃദയഭാഗമാണ്. ആപ്പിൾ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ്, ആമസോൺ തുടങ്ങിയ കമ്പനികൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സംഭാവനകൾ നൽകുന്നു. ഇന്ത്യയും സാങ്കേതിക രംഗത്ത് വേഗത്തിൽ മുന്നേറുകയാണ്. IT സേവനങ്ങൾ, ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം എന്നിവ ഇന്ത്യയെ ആഗോള ഡിജിറ്റൽ ശക്തിയാക്കി മാറ്റുന്നു. ഗവേഷണ വികസന മേഖലകളിൽ ഇന്ത്യയുടെ നിക്ഷേപം വർദ്ധിച്ചു വരികയാണ്. അമേരിക്കൻ ഡോളർ ലോകത്തിന്റെ പ്രധാന റിസർവ് കറൻസി ആയതിനാൽ അമേരിക്കയ്ക്ക് ആഗോള ധനകാര്യ രംഗത്ത് വലിയ സ്വാധീനമുണ്ട്. വ്യാപാര കരാറുകൾ, നിക്ഷേപ പ്രവാഹങ്ങൾ, അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിലെ നേതൃപങ്ക് എന്നിവ അമേരിക്കയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇന്ത്യ ആഗോള വ്യാപാരത്തിൽ തന്റെ പങ്ക് സ്ഥിരമായി വർദ്ധിപ്പിക്കുകയാണ്. വിവിധ രാജ്യങ്ങളുമായി വ്യാപാര കരാറുകൾ, വിദേശ നിക്ഷേപങ്ങൾ, പ്രവാസി ഇന്ത്യക്കാരുടെ റിമിറ്റൻസ് എന്നിവ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ശക്തി പകരുന്നു. ഇന്ത്യയുടെ വളർച്ച ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കും ഊർജ്ജം നൽകുന്നു. ഇരു രാജ്യങ്ങൾക്കും വ്യത്യസ്തമായ വെല്ലുവിളികളുണ്ട്. അമേരിക്കയ്ക്ക് ദേശീയ കടം, വരുമാന അസമത്വം, സാമ്പത്തിക അസ്ഥിരതകൾ തുടങ്ങിയ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യക്കാകട്ടെ ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് തുടങ്ങിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. എങ്കിലും ഭാവി സാധ്യതകളിൽ ഇന്ത്യയും അമേരിക്കയും പരസ്പരം പൂർത്തീകരിക്കുന്ന ശക്തികളാണ്. സാങ്കേതിക സഹകരണം, വ്യാപാരം, നിക്ഷേപം എന്നിവയിലൂടെ ഇരു രാജ്യങ്ങൾക്കും പരസ്പര ലാഭകരമായ വളർച്ച സാധ്യമാണ്. ലോകത്തിലെ പ്രമുഖ കമ്പനികൾ ഇന്ത്യയിൽ അവരുടെ സേവന കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നത് വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിക്കുകയും തൊഴിൽ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. കൃഷിയിൽ നിന്ന് വ്യവസായത്തിലേക്കുള്ള മാറ്റം ഇന്ത്യയുടെ സാമ്പത്തിക ശക്തി വർദ്ധിപ്പിക്കാൻ നിർണായകമാണ്. മേക്ക് ഇൻ ഇന്ത്യ പോലുള്ള പദ്ധതികൾ നിർമ്മാണ മേഖലയെ ശക്തിപ്പെടുത്തുകയാണ്. വാഹന നിർമ്മാണം, ഇലക്ട്രോണിക്സ്, പ്രതിരോധ ഉപകരണങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ വേഗത്തിൽ കുതിക്കുകയാണ്. ഡിജിറ്റൽ ഇന്ത്യ പദ്ധതി ഇന്ത്യയെ ഒരു ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റുന്നതിൽ വലിയ പങ്കുവഹിക്കുന്നു. ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങൾ, സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം, ഫിൻടെക് മേഖല എന്നിവ സാമ്പത്തിക ഇടപാടുകൾ ലളിതമാക്കുകയും സുതാര്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാമ്പത്തിക ശക്തിയിൽ ഇന്ത്യയും അമേരിക്കയും വ്യത്യസ്ത വഴികളിലൂടെ മുന്നേറിയെങ്കിലും ആഗോള സമ്പദ് വ്യവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ശക്തികളായി മാറിയിട്ടുണ്ട്. വികസിത സമ്പദ് വ്യവസ്ഥയുടെ പ്രതീകമായ അമേരിക്കയും വളർച്ചയുടെ പ്രതീക്ഷയായ ഇന്ത്യയും ചേർന്ന് ഭാവിയിലെ ലോക സമ്പദ് വ്യവസ്ഥയുടെ ദിശ നിശ്ചയിക്കുമെന്ന് ഉറപ്പാണ്. ശരിയായ നയങ്ങൾ, മനുഷ്യവിഭവ വികസനം, സാങ്കേതിക നവീകരണം, സാമൂഹിക ഉൾപ്പെടുത്തൽ എന്നിവ കൈകോർക്കുമ്പോൾ ഇന്ത്യ ആഗോള സമ്പദ് വ്യവസ്ഥയിലെ മുൻനിര ശക്തിയായി ഉയർന്നുവരും. ഇന്ത്യയുടെ ഈ വളർച്ച ലോകത്തിനും പുതിയ സാധ്യതകൾ തുറന്നു നൽകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.